വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നാളെ തുറക്കും. 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതുതായി 1ാം ക്ലാസുകളിലേക്ക് എത്തുന്നത്. അധ്യയന വർഷം ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2 മാസത്തെ വേനലവധിക്ക് ശേഷമാണ് സ്കൂളുകൾ നാളെ തുറക്കുന്നത്. വിവിധയിടങ്ങളിൽ ജില്ലാ തലത്തിലും സ്കൂൾ തലത്തിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ തലങ്ങളിൽ നടക്കുന്ന പരിപാടിക്ക് വിവിധ മന്ത്രിമാരാകും തുടക്കം കുറിക്കുക. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ തുറക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതേസമയം പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് മന്ത്രി എം പി രാജേഷ് ആശംസകൾ നേർന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഒരു പുതിയ അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പുമെല്ലാം പുതിയ അധ്യയന വർഷം മികച്ചതാക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്കൂളുകൾ മാലിന്യമുക്തമാക്കുന്നതിനും ശുചിയാക്കുന്നതിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്ഥാപനങ്ങൾ സജീവമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം ആഹ്ലാദത്തോടെ പുസ്തകസഞ്ചിയും ചുറ്റുപാത്രവുമായി അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും, അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള കർശനമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. സ്കൂൾ ബസ്സുകൾ, സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഗതാഗത വകുപ്പും ഉറപ്പുവരുത്തുന്നുണ്ട്. സ്കൂളും പരിസരവും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തിയായി. കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് ജലം ശേഖരിച്ച് ഗുണനിലവാര പരിശോധനയും നടത്തി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കൂടുതൽ ട്രാഫിക് പോലീസിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NCV. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.